ഇന്ന് നമ്മൾ ഓർക്കിഡ്സിന് വേണ്ടി വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫെർട്ടിലൈസറാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ വെറുതെ കളയുന്ന നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഒരു വേസ്റ്റ് ബക്കറ്റിൽ ഇട്ട് വെച്ച് അത് ഡിപ്പാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഒരു 2-3 ദിവസം അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അലിഞ്ഞു വരും. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 3 ഇരട്ടി വെള്ളം കൂടി ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഫെർട്ടിലൈസർ നമുക്കൊരു സ്പെയർ യൂസ് ചെയ്തിട്ട് ഓർക്കിഡ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണിത്. അപ്പോൾ ഇത് നമുക്കൊരു മാസത്തിൽ 2 തവണ ഒക്കെ യൂസ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കാണാം. ഒരു 3 മന്ത് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഫെർട്ടിലൈസറാണ്. റൂട്ടിലും സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയിൽ പൊട്ടാഷ്യം, ഫോസ്ഫറസ് കണ്ടൻറ്റൊക്കെ വളരെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ടുള്ള ഒരു ഗ്രോത്ത് കാണാൻ പറ്റും. റൂട്ട്സൊക്കെ വളരെ ഹെൽത്തി ആയിട്ടും ഫാസ്റ്റായിട്ടുള്ള ഒരു ഗ്രോത്താണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ഓർക്കിഡ്സിന് മാത്രമല്ല ഈ ഒരു ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നത്, എൻ്റെ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറിങ് ഉള്ള പ്ലാന്റ്സ് ആണ്. ഇനി നമ്മൾ 1 വർഷത്തോളമായിട്ട് ക്ലേ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഓർക്കിഡ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലീഫിലും റൂട്ടിലൊക്കെ ഞാൻ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് ആൾട്ടർനേറ്റീവായിട്ട് ഓർക്കിഡ് ബൂണിൻ്റെ ഗ്രോത്ത്, ഫ്ലവറിങ്, അതുപോലെ തന്നെ ഈ ബനാന പീലിൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു ഫെർട്ടിലൈസേഴ്സാണ്. ഇത് നമ്മുടെ വീട്ടിലെ മാവിലും അതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള വുഡൻ പീസിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഓർക്കിഡാണ്. അപ്പോൾ നോർമൽ പോട്ടിൽ സെറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഗ്രോത്ത് കാണിക്കുന്നത് നമ്മൾ പ്ലാന്റ്സിലും വുഡിലൊക്കെ സെറ്റ് ചെയ്യുമ്പോഴാണ്. ഇതിപ്പോൾ നമ്മുടെ പാമിൽ സെറ്റ് ചെയ്തിട്ടുള്ള വാൻഡ ഓർക്കിഡാണ്. ഇതൊക്കെ വളരെ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ന്യൂ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.